ഞാനൊരു നാർസിസ്റ്റ് പേഴ്സണൽ ഡിസോർഡർ ആയ ഒരു വ്യക്തിയിൽ നിന്നും സ്വതന്ത്രരായ ഒരു പേഴ്സണാണ്. ഇന്ന് നമുക്ക് സൈൻ ഓഫ് എ നാർസിസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന ടോപ്പിക് നോക്കാം. എങ്ങനെ നമുക്ക് ഒരു നാർസിസ്റ്റ് റിലേഷൻഷിപ്പിലാണ് നമ്മൾ എന്ന് നമുക്ക് ഇങ്ങനെ നമ്മൾ തന്നെ മനസ്സിലാക്കാൻ സഹായിക്കും. ഫസ്റ്റ്, പുറത്ത് ഒരു പിക്ചർ പെർഫെക്റ്റ് ഫാമിലി ആയിരിക്കും. പുറത്തു പോകുമ്പോൾ സൊസൈറ്റി ഫാമിലി ഗ്യാതറിങ്ങിൽ നല്ലതായി അഭിനയിക്കും. ബട്ട് വീട്ടിൽ ഒരിക്കലും അവരുടേതായിട്ടുള്ള ഒരു കെയറിങ്ങോ അഫക്ഷനോ ഒരിക്കലും നമ്മളോട് കാണിക്കത്തില്ല. രണ്ടാമതായിട്ട് അവരെക്കുറിച്ച് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കും. ഹ്യൂമൻ കൺസിഡറേഷൻ എന്ന ഒരു നാമം അവരിലില്ല. നമ്മുടെ സോളിനെ വേദനിപ്പിച്ച് സ്വയം സാറ്റിസ്ഫൈ ആവും. ക്യാഷ് അവർ കൺട്രോൾ ചെയ്യും. അവരാണ് ഹെഡ്. അതുകൊണ്ട് അവർ പറയും, എല്ലാം ഞാൻ നോക്കിക്കോളും. ഏത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും അവരതാണ് സത്യം, അവരാണ് ശരി. പക്ഷേ അവർ ക്യാഷ് കൺട്രോൾ ചെയ്താലും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ക്യാഷ് നമ്മൾ അവരുടെ ബെഗ്ഗേണ്ടി വരും. അവിടെ യാചിക്കണം. കുട്ടികളുടെ ഫീസിന്, ഗ്രോസറിക്ക്, മറ്റുള്ള എന്ത് സാധനത്തിനും നമ്മൾ അവരോട് അത്രമാത്രം യാചിച്ചാലേ അവർ ക്യാഷ് തരികയുള്ളൂ. ഫാമിലിയിലെ നീഡ്സ് അവർ പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ യാചിക്കണം. തേർഡ് പോയിൻ്റ്, അവരെപ്പോഴും പ്രൈസ് ചെയ്യുക, അവരെ ഉയർത്തി സംസാരിക്കുക. അവർ വീട്ടിലെ രാജാവാണ്, മഹാനാണ്, പെർഫെക്റ്റാണ്, ഗുഡ് പേഴ്സണാണ്. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആ ദിവസം നമ്മെ നരകത്തിലാക്കും. നാലാമതായി, അവരെന്തോ സംഭവമാണ് എന്ന് അവർ തന്നെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് അവരാണ് ദൈവം, അവരാ എല്ലാം, അവർ കഴിഞ്ഞേ ഉള്ളൂ എന്തും. ചെറിയൊരു നീഡ്സിനും അവരാണ് രാജാവെന്ന് നമ്മൾ പ്രൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എല്ലാത്തിനും അവരാണ് നമുക്കുള്ളത്, അവർ മാത്രമേ ഈ ലോകത്ത് നമുക്കുള്ളൂ എന്ന് അവരെ നമ്മൾ ബോധിപ്പിക്കേണ്ടി വരുന്നു. നെക്സ്റ്റ്, അവരെല്ലായിടത്തും ഒരു സുപ്രീം പവർ കാണിക്കും. അതിനുവേണ്ടി അവർ ഉച്ചത്തിൽ സംസാരിക്കും, തുറച്ചു നോക്കും, ഡേഞ്ചറസ് ഫേസ് കാണിക്കും, ഫ്യൂറിയസ് ആകും. നമുക്ക് അപ്പോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ തന്നെ നമ്മളെപ്പോഴും ഡൗൺ ആയിരിക്കും. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ പോലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി അവരില്ലാതാക്കും. കാരണം നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനാണ് അവർക്ക് എനർജി കൊടുക്കുന്നത്, അവർ ബൂസ്റ്റാക്കുന്നത്. അപ്പോഴും ഒരു സാഡ്നെസ് ഫേസ് നമ്മളുടെ ഐഡൻറ്റിറ്റിയെ മറിച്ച് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ തകർത്ത് അവർ ഓരോ ദിവസവും നമ്മളിൽ നിന്ന് എനർജി വാമ്പയർ ചെയ്ത് അവർ ജീവിക്കും. അവർ ഹാപ്പിയാണെന്ന് കാണിക്കും. ആ സമയം ഓരോ ദിവസവും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് കോൺഫിഡൻസ് ത്യജിച്ച് ഓരോ ദിവസവും നമ്മളത് തകർന്നാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് സെൽഫ് കെയറിങ്, സെൽഫ് കോൺഫിഡൻസ് നമ്മളെ വളർത്തിയെടുക്കുക. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം അവർ നരകമാക്കും. എൻ്റെ ഒരു റിക്വസ്റ്റാണ് എൻ്റെ കൂട്ടുകാരെ,